നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിക്ക് കോൺഗ്രസ് നേതൃത്വം ഹർജി നൽകുന്നു. പ്രധാനമായിട്ടുള്ള കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ നിഷ്പക്ഷതയോടെയല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. ബംഗാളിൽ അത് വളരെ വ്യക്തമായിരുന്നു. ഏറ്റവും കൂടുതൽ SIR നടപടിയിലൂടെ വോട്ടർമാരെ പുറത്താക്കിയത് പശ്ചിമ ബംഗാളിലാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അതുപോലെ തന്നെ ആസാമിലും SIR നടപടിയിലൂടെ നിരവധി പേരെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്താക്കിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. വോട്ടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. ഇത് തുടക്കം മുതലേ തന്നെ വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ജ്ഞാനേഷ് കുമാറിനെ അമിത്ഷാ പ്രത്യേകമായി താല്പര്യപൂർവം അദ്ദേഹത്തിനെ ആ കസേരയിലേക്ക് പരിഗണിച്ചത് BJPയെ പല സംസ്ഥാനങ്ങളിലും കൈപിടിച്ച് കയറ്റാൻ വേണ്ടി തന്നെയാണ്. നോക്കൂ, RJDക്ക് അവരുടെ ഊഴം വന്ന സാഹചര്യത്തിൽ പോലും RJDക്ക് അവരുടെ ബേസ് വോട്ട് വരെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പല മണ്ഡലങ്ങളിലും കള്ളക്കളികൾ നടന്നിരിക്കുന്നത്. കൃത്യമായി മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് പോലും BJPക്ക് മുന്നേറ്റം ബീഹാറിലെ പല നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായത് കള്ളക്കളിയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ കാഴ്ച നോക്കിയാൽ കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ അമിത്ഷാ അവിടെ തമ്പടിച്ച് നിൽക്കുന്ന കാണാൻ കഴിയും. സുപ്രീം കോടതിയിലേക്ക് മമതാ ബാനർജി വളരെ വ്യക്തമായി തന്നെ ഹർജി സമർപ്പിക്കവേ പറഞ്ഞത്, ഈ രീതിയിലുള്ള കള്ളക്കളികൾ ബംഗാളിൽ വോട്ടിംഗ് ദിവസം വരെ നടന്നു, ഇനി വോട്ടെണ്ണൽ ദിവസവും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് EVMൽ കൃത്രിമത്വം നടന്നിരിക്കുന്നു. അത് മമതാ ബാനർജി തുറന്നടിച്ചിരിക്കുകയാണ്. 294 സീറ്റുകളിൽ ബംഗാളിൽ അട്ടിമറി സംഭവിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ അവസാന ആണിക്കല്ല്, അതായത് ജനാധിപത്യത്തിൻ്റെ കടക്കലേക്ക് കത്തി കയറ്റി വെട്ടി നിരത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. 2 കാരണങ്ങൾ കാരണമാണ് സുപ്രീം കോടതിക്ക് പരമാധികാരമില്ലാത്തത്. ഒന്ന്, ഈ വിഷയങ്ങളിലെല്ലാം അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നൽകുന്നത് എന്നുള്ള രീതിയിലാണ് പാർലമെൻറ്റ് ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡേറ്റ നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് ഇറൈസ് ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സുപ്രീം കോടതിയെ കൊഞ്ഞനം കുത്താനും പാർലമെൻറ്റിൽ BJPയും ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ കള്ളക്കളികൾ നടന്നു എന്നുള്ളതാണ്. നമുക്ക് ഡീലിമിറ്റേഷൻ പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് വാസ്തവത്തിൽ ഈ രാജ്യത്തെ പുതിയ സെൻസസ് പ്രകാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ വല്ലാതെ കുറച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്ലാൻ കൃത്യമായി വർക്കൗട്ട് ആകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത് ഒരറ്റത്ത് നടത്തുമ്പോൾ അത് പരിപൂർണമായി വിജയിക്കുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ നിലവിലെ പ്ലാനുകൾ ഏറ്റവും മികച്ച രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് പല കാര്യങ്ങളിലും നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. തലയ്ക്ക് മീതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോന്നിവാസങ്ങൾ പലതും സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയാതെ പറയുന്ന കാര്യം.